നമസ്കാരം. അമേരിക്കയിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം നടത്തുന്നവർക്കെതിരായ നടപടികൾ ശക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റുകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്നും അവരെ നാടുകടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ശനിയാഴ്ച പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രതിഷേധവും അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുമ്പ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഹമാസ് അനുകൂല പ്രകടനം നടത്തിയ മഹ്മൂദ് ഹലീൽ എന്ന വിദ്യാർത്ഥിയെ ICE അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ സമാനമായ നടപടികൾ തുടർന്നും സ്വീകരിക്കും. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: കൊളംബിയയും അമേരിക്കയിലെ മറ്റ് സർവകലാശാലകളിലും ഭീകരവാദ അനുകൂല, സെമിറ്റിക് വിരുദ്ധ, അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കൂടുതൽ വിദ്യാർത്ഥികളെ കുറിച്ച് ഭരണകൂടത്തിന് അറിയാമെന്നും അത്തരം പ്രവർത്തനം ഒരു വിധത്തിലും അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നിരവധി പ്രതിഷേധക്കാർ വിദ്യാർത്ഥികളല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര വിദേശ നയ താൽപര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന, ശമ്പളം വാങ്ങുന്ന പ്രക്ഷോഭകരാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഈ തീവ്രവാദ അനുഭാവികളെ രാജ്യത്ത് നിന്ന് കണ്ടെത്തി പിടികൂടി നാട് കടത്തും. ഇനിയൊരിക്കലും അവർക്ക് തിരിച്ചുവരവുണ്ടാവില്ല. നിരപരാധികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതുൾപ്പെടെയുള്ള തീവ്രവാദത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ദേശീയ വിദേശ നയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. അമേരിക്കയിലെ എല്ലാ കോളേജുകളും സർവകലാശാലകളും ഇത് പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. സെമിറ്റിക് വിരുദ്ധമെന്ന് കരുതപ്പെടുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ തുടരാൻ അനുവദിച്ചാൽ ഫെഡറൽ ഫണ്ടിംഗ് നഷ്ടപ്പെടുമെന്ന് ഹാർവാർഡ്, കോണൽ എന്നിവയുൾപ്പെടെ ഏകദേശം 60 കോളേജുകൾക്ക് US വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹലീലിന്റെ അറസ്റ്റിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം കൊളംബിയ സർവകലാശാലയ്ക്ക് നൽകിയ $400 മില്യൺ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ഹലീലിനെ അറസ്റ്റ് ചെയ്തതെന്ന് സുരക്ഷാ ഏജൻസിയും പറയുന്നു. US കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥിയാണ് മഹ്മൂദ് ഹലീൽ. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ചുക്കാൻ പിടിച്ചായിരുന്നു ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും ഹലീലിന്റെ അറസ്റ്റും. സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിയായ ഹലീലിനെ ക്യാമ്പസിലെ താമസ സ്ഥലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $40 കോടി സഹായം ട്രംപ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. ഹമാസ് അനുകൂലികളുടെ വിസയും ഗ്രീൻ കാർഡും റദ്ദാക്കി അവരെ തിരിച്ചയക്കുമെന്നും ഹലീലിന്റെ അറസ്റ്റിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹമാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ഹലീലിനെ അറസ്റ്റ് ചെയ്തതെന്ന് സുരക്ഷാ ഏജൻസിയും വ്യക്തമാക്കി.